ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ അഭിനേത്രിയാണ് അപ്സര രത്നാകരൻ. ഇടയ്ക്ക് ബിഗ് ബോസിലും അവർ മത്സരിച്ചിരുന്നു. ഇൻഡസ്ട്രിയിൽ സജീവമായ ആൽഫി ഫ്രാൻസിസിനെയാണ് അപ്സര വിവാഹം ചെയ്തത്. ഒന്നിച്ചുള്ള ഫോട്ടോകളെല്ലാം അപ്രതീക്ഷിതമായതോടെയായിരുന്നു ഇവർ വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. ബിഗ് ബോസിലെ സഹമത്സരാർത്ഥി ജിൻഡോയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് അപ്സര. തൻ്റെ പഴയ പേജ് പോയി, അത് ഹാക്കായി പോയി. ഞാൻ ഡിലീറ്റ് ചെയ്താൽ എൻ്റെ ഫോളോവേഴ്സ് കുറയില്ലല്ലോ. ബിഗ് ബോസിൽ നിന്നിറങ്ങിയതോടെ എൻ്റെ പേജ് ഹാക്കായി പോയി. തിരിച്ചു പിടിക്കാൻ കുറേ നോക്കി. ഉണ്ടായിരുന്നൊരു പേജ് പോയി കിട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. ഇപ്പോഴത്തെ ഫോട്ടോകളും വീഡിയോകളുമാണ് അതിൽ പോസ്റ്റ് ചെയ്യുന്നത്. കേട്ട വാർത്തകളെല്ലാം സത്യമാണോ? ജിൻഡോയും അപ്സരയും ഒന്നിക്കുന്നു എന്ന വാർത്തയിലും അവർ പ്രതികരിച്ചു. ഇങ്ങനെയുള്ള ചൊറി വാർത്തകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. തുടക്കത്തിൽ ഞാൻ പാവം പോലെയായിരുന്നു, പിന്നെ അഹങ്കാരിയായി എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ഇച്ചിരിയല്ല, എനിക്ക് അത്യാവശ്യത്തിന് അഹങ്കാരമൊക്കെയുണ്ട്. പാവം പോലെ അഭിനയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആവശ്യമില്ലാത്തടത്ത് അഹങ്കാരം കാണിക്കുന്ന ആളല്ല ഞാൻ. അത്ര അഹങ്കാരിയായിരുന്നെങ്കിൽ 10-11 വർഷം ഈ മേഖലയിൽ എനിക്ക് നിന്നു പോകാൻ പറ്റില്ല. എൻ്റെ അഹങ്കാരം സഹിച്ച് എന്നെ വർക്കിന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ജിൻഡോ ചേട്ടനും ഞാനും തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് കുറേ പെർഫോമൻസുകൾ ചെയ്തത്. പുറത്തിറങ്ങിയതിൽ പിന്നെ ഞാനും ജിൻഡോ ചേട്ടനുമായി ഒരു കോണ്ടാക്റ്റുമില്ല. അവിടെ നല്ല സുഹൃത്തുക്കളായിരുന്ന പല ആൾക്കാരും പുറത്തു വന്നപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ആയിട്ടുണ്ട്. അതിലൊരാൾ ജിൻഡോ ചേട്ടനാണ്. ഈ ന്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല. അവരെ ഒന്ന് വിളിച്ചു നോക്കണം. ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നത് എന്ന് വെച്ച് ഒരാളെ വിറ്റ് ജീവിക്കരുത്. ഒരാളുടെ ഇമോഷനോ ഇല്ലാത്ത കാര്യമോ പറഞ്ഞ് ജീവിക്കരുത്. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനും. നമ്മൾ ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അത് ശാശ്വതമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് ഞാൻ അറിയാത്ത കാര്യമാണ്. ഇതുപോലെ അവനവനെക്കുറിച്ച് ഒരു വാർത്ത വരുമ്പോൾ അവനവന് മനസ്സിലാകും ഈ അവസ്ഥ. പൊതുവെ കമൻറ്റുകൾക്കൊന്നും മറുപടി കൊടുക്കാത്ത ആളാണ് ഞാൻ. ലൈഫിൽ എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും തിരിച്ചെടുക്കാനാവില്ല എന്ന് കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നോട് ചേർന്ന് നിന്നവർക്ക് മാത്രമേ ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയൂ. ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ജിൻഡോ ചേട്ടൻ ഇതറിഞ്ഞോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ കല്യാണം ഏകദേശമായിരിക്കുകയാണ്. നിലവിൽ ഈ വാർത്ത കള്ളത്തരമാണ്. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് പോലുമില്ല. ഇനിയൊരു വിവാഹം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമാണ്. ആ ഒരു വേദന വല്ലാത്തതാണ്. ഞാൻ മാത്രമല്ല, എനിക്കൊരു കുടുംബമുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം അവരും നേരിടുന്നുണ്ട്. ഞാനും ഒരു സാധാരണക്കാരിയാണ്. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കിഷ്ടമാണ്. സങ്കടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല. സങ്കടം ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. കഴിഞ്ഞ 3-4 മാസമായി വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ ഇതെന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ എന്നെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. കഷ്ടപ്പെടാൻ ഒരു മടിയുമില്ലാത്ത ആളാണ്. അതിനിടയിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്നാണ് അപ്സര പറയുന്നത്.